അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഏതാണ് ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ്? ട്രാൻസിഷൻ എലമെന്റ്സ് കൂടാതെ തന്നെ മറ്റൊരു സീരീസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ചുവടെയായിട്ട് 2 സീരീസ് ഓഫ് എലമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്? ഈ എലമെന്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എഫ് ഓർബിറ്റലിലേക്കാണ്. അതിനാലാണ് ഈ എലമെന്റ്സിനെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ 2 സീരീസ് ഓഫ് എലമെന്റ്സ് ആണ് ഉൾപ്പെടുന്നത്. ആദ്യത്തെ സീരീസിൽ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സ്. ഈ ഒരു സീരീസിനെയാണ് ലാന്തനോയിഡ് സീരീസ് അല്ലെങ്കിൽ ലാന്തനോയിഡ്സ് എന്നൊക്കെ പറയാറുള്ളത്. മറ്റൊരു രണ്ടാമത്തെ സീരീസ് എന്ന് പറയുന്നത് ആക്ടീനിയം മുതൽ ലൗറീഷ്യം വരെയുള്ള എലമെന്റ്സ് ആണ്. അതായത് ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റ്സ് ചേർന്നിട്ടുള്ള സീരീസാണ് ഇത്. ഈ സീരീസിനെ ആക്ടിനോയിഡ് സീരീസ് അല്ലെങ്കിൽ ആക്ടിനോയിഡ്സ് എന്നെല്ലാം പറഞ്ഞു വരുന്നു. ഈ 2 സീരീസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ സീരീസ് ഓഫ് എലമെന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഈ ലാന്തനോയിഡ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവ ഓരോ എലമെന്റ്സും തമ്മിൽ ഒരുപാട് സാമ്യതകൾ കാണിക്കുന്നുണ്ട്. ദേ ആർ റിസംബിൾ ടു ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ ഇവരുടെ പഠനം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രക്രിയകളാണ്. എന്നാൽ ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലാന്തനോയിഡ്സ് മിക്കവാറും തന്നെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവ കാണിക്കുന്നത്. എന്നാൽ ലാന്തനോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോയിഡ്സ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിനോയിഡ്സ് വൈഡ് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കെമിസ്ട്രി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മാത്രമല്ല ഈ ആക്ടിനോയിഡ്സിലെ ചില എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതിനാൽ ആക്ടിനോയിഡ്സിനെ പറ്റിയുള്ള പഠനം ഇന്നും വലിയ പുരോഗതി ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാന്തനോയിഡ്സിനെ പറ്റിയിട്ടും ആക്ടിനോയിഡ്സിനെ പറ്റിയിട്ടും കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.